നമസ്കാരം. അങ്ങനെ ഞാനും ഇതെൻ്റെ കൂലിയുടെ ഫസ്റ്റ് ഷോ തന്നെ 6 മണിയുടെ ഷോ തന്നെ നമ്മുടെ ഇടുക്കി കുമളിയിൽ നിന്ന് കണ്ടിപ്പം ഇപ്പം ഇൻ്റർവെല്ലാണ്. ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, നല്ല ത്രില്ലിംഗ് ആണ്. നമ്മളെ ഒരു ശകലം പോലും ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. പിന്നെ അനിരുദ്ധൻ്റെ മ്യൂസിക് ഫുൾ ടൈം നമ്മൾ എന്താ പറയുക, ഈ ബോറടിപ്പിക്കുക എന്താ പറയുക, നമ്മൾ ആ ഒരു ബീറ്റിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ അങ്ങനെ പോകും. പിന്നെ ഫസ്റ്റ് ഹാഫിനകത്ത് എനിക്ക് മനസ്സിലായത് എന്താ പറയുക, സൗബിൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് തന്നെ വേണം പറയാം. സൗബിൻ്റെ പടമെന്ന് തന്നെ പറയാം. കാരണം അതുപോലെ ഒരു സ്ക്രീൻ പ്രസൻസ് ആണ് സൗബിന് ഈ പടത്തിനകത്ത് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനെപ്പറ്റി പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എൽ സി യു ആയിട്ട് ഇതിനകത്ത് ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ യാതൊരുവിധ ബന്ധവും ഇൻ്റർവെല്ലിൽ വരെ നമ്മളെ കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇൻ്റർവെല്ലിന് ശേഷം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഇപ്പം എന്തായാലും കണ്ട ഇതിൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മോണിക്ക എന്ന് പറയുന്ന സോങ്, ആ സോങ്ങിലേക്ക് കയറുന്നതും എന്താ പറയുക, നമ്മൾ എത്ര പെട്ടെന്ന് ഇൻ്റർവെല്ലായോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. നിങ്ങളും അതുപോലെ തന്നെ നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള നല്ല തിയേറ്ററിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കേട്ടോ. കാരണം പിന്നെ എനിക്കിതിനകത്ത് ചെറിയൊരു പോരായ്മ തോന്നിയെന്ന് പറഞ്ഞാൽ, ചെറുതായിട്ടൊരു പോരായ്മ തോന്നിയെന്ന് പറഞ്ഞാൽ ഈ സെൻറ്റിമെൻ്റ്, അതായത് ഈ ഇമോഷൻ സീനുകളൊക്കെ എന്താ പറയുക, അത്ര ഒരു വർക്കൗട്ട് ആയിട്ടില്ലെന്ന് പറയാം. ഇപ്പം നമ്മുടെ അറ്റ്ലിയുടെ പടത്തിനകത്ത് നമ്മൾ ആ ഒരു ഇമോഷൻ സീനൊക്കെ വരുന്നതിൽ നമുക്കൊരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു സംഭവം തോന്നുമല്ലോ. കാരണം അങ്ങനെ ഒരു സംഭവം എനിക്കിതിനകത്ത് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ സ്റ്റണ്ടൊക്കെ ആണെങ്കിൽ പോലും അങ്ങ് അടിക്കട എന്നുള്ള ആ ഒരു മുഹൂർത്തം ഇതിനകത്ത് ഇല്ല. ആക്ച്വലി ഇതിനകത്ത് അതില്ല. കാരണം എന്താ പറയുക, ഒരു സ്റ്റണ്ടിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു സംഭവം തോന്നി. എന്നാലും നമുക്കൊരു പോരായ്മയെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് കണ്ടിരിക്കാമെങ്കിൽ നമുക്ക് മാക്സിമം എൻ്റർടൈൻമെൻ്റ് ആണ്. ഇനിയിപ്പം ഇൻ്റർവെല്ലിന് ശേഷമുള്ളത് കഴിഞ്ഞിട്ട് വരാം.